ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാംസ്കാരിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടത് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ ഈ പറഞ്ഞ പോലെ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വണ്ടീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ രണ്ട് വാഹനങ്ങളും ഇപ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ നോട്ട് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും അവൈലബിൾ ആയിട്ടുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കേട്ടോ സാഹിത്യ അക്കാദമിയുടെ. അപ്പോൾ നമ്മൾ ഇൻഫോം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. നമ്മളിവിടുത്തെയുള്ള സെക്രട്ടറിയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയുള്ള മറ്റൊരു പ്രശ്നം നമ്മളിപ്പോഴും ബോധിപ്പിച്ചിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഇവിടെ സാഹിത്യ അക്കാദമിയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളുകളായിട്ട്, അതായത് ഒരു വർഷത്തിന് മുകളിലായിട്ട് നമ്മളിതിന് മുമ്പും ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്, ടോയ്ലറ്റിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തിന് മുകളിലായിട്ട് ഈ ടോയ്ലറ്റിൻ്റെ സ്ഥിതി മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉള്ളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ടോയ്ലറ്റിലേക്ക് പ്രോപ്പറായിട്ടുള്ള വാതിലില്ല കേട്ടോ. വാതിലില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം കിടക്കുന്നുള്ളത്. അപ്പോൾ അധികം വൈകാതെ ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വാതിലിൻ്റെ കാര്യങ്ങളും ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ തിരിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള പബ്ലിക് സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ് ഈ പറയുന്ന അനാസ്ഥ കാണിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടത്തുന്നതുമാണ്. കാരണം ഇത് ജനങ്ങളുടെ സാംസ്കാരിക മേഖലയാണ്, സാഹിത്യ അക്കാദമിയാണ്. അത് സംസ്കാരമില്ലാതെ തുടരുന്നതിൽ അർത്ഥമില്ല. അവിടെ ടോയ്ലറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അത് തുറന്നിട്ടിട്ട് ഇരിക്കേണ്ട ഗതികേടാണ്. അപ്പോൾ ആ രീതിയിൽ വാതിലും കാര്യങ്ങളും തകർന്നു എടുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മുന്നും വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. 4 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും അത് കറക്റ്റ് ചെയ്യാന്നുള്ളൊരു വാക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.